ഹലോ, ഇതാ നമ്മൾ ഇന്ന് കെട്ടി ഒരുങ്ങി നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഡേറ്റ് മുല്ലയ്ക്കൽ ചിറപ്പ്. ചുമ്മാണ് കേസ്. നമുക്ക് ആലപ്പുഴ വരെ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ മുല്ലയ്ക്കൽ ചിറപ്പ് നല്ലോണം ആസ്വദിക്കാഞ്ഞുകൊണ്ട് എന്തായാലും ഒരു വണ്ടി ആലപ്പുഴ വരെ ഓടുന്നുണ്ട്. എന്നാൽ പിന്നെ അതിൽ കുറച്ച് ലോഡും കൂടെ കയറിയൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുങ്ങി കെട്ടി ചേട്ടനോടെ പോവാണ്. അങ്ങനെ പിന്നെ ഞാൻ ഈ ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ചില സമയത്ത് അങ്ങനെ ആണെങ്കിൽ നാക്ക് തിരിയത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരുങ്ങി വണ്ടിയെ കയറി പാട്ടൊക്കെ ഇട്ടപ്പോൾ അത് കൃതിയെ ആക്റ്റീവാണ്, പാറു ആക്റ്റീവാണ്, എല്ലാവരും ആക്റ്റീവാണ്. ഞാൻ മാത്രം ശവമാണ്. ഞാൻ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നെ പക്ഷെ കാണിക്കാൻ എനിക്കൊരു മടിയാണ്. വണ്ടിയെ കയറുമ്പോഴേ എനിക്ക് എന്തൊക്കെയോ പോലെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മളെ പ്രദേശിൽ കയറി ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കൂ, എല്ലാ വീഡിയോസിലും ഫുഡ് ഫുഡ് ഫുഡ്, പോകുന്ന വഴിക്ക് എല്ലാം ഫുഡ് ഫുഡ്. അങ്ങനല്ല ഗൈസ്, നമ്മൾ 2 ബിരിയാണി വാങ്ങിച്ചിട്ട് 4 പേരാണ് കഴിച്ചത്. ഒരു ബിരിയാണി ഞാനും പാറും കൂടെ ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ വയറൊന്നും ഇല്ല, ഞങ്ങൾ കുഞ്ഞു വയറുള്ള ആൾക്കാരാണ്. അങ്ങനെ പിന്നെ ഇതാ വേണ്ടാത്ത കഴിപ്പാണ്. ആക്ച്വലി എനിക്ക് ബിരിയാണിയോട് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ എന്താണോ കഴിക്കുന്നത് പാറും അതേ കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ബിരിയാണി വാങ്ങിച്ചാൽ പുള്ളിക്കാരി എന്തെങ്കിലും ഇച്ചിരി കഴിക്കുമല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വണ്ണം കൂടുതലായിട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ പാറുവിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഇരുന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ആഹാരത്തിന് നിന്ദിക്കുന്നതല്ല കേട്ടോ. എന്നാലും ഉച്ചയ്ക്കുള്ള യാത്രയാണ് എൻ്റെ ഈ മുഖം ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം. എന്നാലും പോകേണ്ട കാര്യത്തിന് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് കാണിച്ച് നിങ്ങളായിരിക്കും ഞാൻ സ്വാർത്ഥിയാണ്. അതുകൊണ്ട് പാറുവിൻ്റെ വീഡിയോയും ബാക്കിയുള്ളവരുടെ വീഡിയോയും കൂടെ എടുത്ത് കാർത്തിക്ക് വേണ്ട ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പൊറോട്ട മേടിച്ചു. എന്നിട്ട് അത് കഴിക്കുകയില്ല. അതും കൂടെ ലാസ്റ്റ് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് തന്നിട്ട് ഞാൻ അതും കൂടെ വേണ്ടാതെ കഴിക്കേണ്ടി വരും. ഞാൻ ആക്ച്വലി കുറച്ച് ഫുഡൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ ആവശ്യം ഇതാണ്. നമ്മുടെ ജോൺ മറീസിൻ്റെ ക്ലിനിക്കിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ സെക്കൻഡ് ചെക്കപ്പിന് വന്നു. പിന്നെ ഇവിടെ വന്ന ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഇപ്പം ഒരു 1 മന്ത് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ നമ്മുടെ ഗട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഗട്ടൊക്കെ നോർമലാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ പാറുവിൻ്റെ പോസ്, പിന്നെ കൃതിയയ്ക്കൊരു പേടയൊക്കെ കൊടുത്ത് കൃതിയെ അവിടെ ഇരുത്തി. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ പോകേണ്ടവർക്ക് പോകാൻ കേട്ടോ. നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറാണ്, നല്ല സർവീസാണ് എല്ലാം. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നേരെ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പ്, അതായത് കണ്ണാടിക്കട, അവിടെ പോയി. എന്തിനാണ് കണ്ണാടിക്കടയിൽ സാധാരണ എല്ലാവരും പോകുന്നത്? കണ്ണാടി മേടിക്കാൻ. അത് നമ്മളൊരു സ്പെക്സ് വാങ്ങിക്കാൻ. എനിക്കല്ല കേട്ടോ, ചേട്ടന് സൺഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. പിന്നെ കൂടെ പോകുന്ന എല്ലാവരും പുറകെ കയറിയല്ലേ പറ്റത്തുള്ളൂ. ഈ വെയിലത്ത് നമുക്ക് വണ്ടിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ അതിമനോഹരമായ ഒരുപാട് കണ്ണടകളുടെ കളക്ഷൻ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെയും കൂടെ കുറച്ച് വീഡിയോസ് നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ പിന്നെ നൂറ ഒപ്റ്റിക്കൽസ് അങ്ങനെ ആയിരുന്നു തോന്നുന്നു പേര് മാറിപ്പോയി. അവരെങ്ങാണെ വീഡിയോ കാണുവാണെങ്കിൽ. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ കണ്ണാടി അങ്ങ് എടുത്ത് കൈ വെച്ച്. ഞാൻ മാത്രം വീഡിയോ എടുക്കുന്നതുകൊണ്ട് കണ്ണാടി വെക്കാൻ മറന്നുപോയി. പിന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. കാർത്തിക് ചെന്നപ്പോൾ തന്നെ കാർത്തികിന് ഇഷ്ടപ്പെട്ടത്, മിസ്റ്റർ കണ്ണൻ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് ഇവർ പാപ്പനും മോളും കൂടെ കയറി മാറി. ബാക്കി വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലുണ്ട്, കണ്ടിട്ട്